എല്ലാ ഭക്തജനക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ട് ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി അതിനുള്ള കാര്യങ്ങൾ നിർദ്ദേശിച്ചു തരുന്നതാണ്. അപ്പോൾ ഏകദേശം നമുക്ക് നോക്കാം. ഡിസംബർ 30-നാണല്ലോ നമ്മുടെ വൈകുണ്ഠ ഏകാദശി, അതായത് സ്വർഗവാതിൽ ഏകാദശി. ഈ സ്വർഗവാതിൽ ഏകാദശി കഴിഞ്ഞ് രോഹിണി നക്ഷത്രക്കാർ, ഭഗവാൻ കൃഷ്ണൻ്റെ നക്ഷത്രം രോഹിണി, അപ്പോൾ രോഹിണി നക്ഷത്രക്കാർ ഈ വൈകുണ്ഠ ഏകാദശി കഴിഞ്ഞ് ഈ ഒരു വഴിപാട് ഭഗവാന് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും 2026 രോഹിണി നക്ഷത്രക്കാർ സമ്പത്തിനുടമയെ തീരും. അതായത് സമ്പത്തിനുടമയിൽ നിന്ന് ജോലിക്ക് പോയവർക്ക് പൈസ കിട്ടിയെങ്കിൽ മാത്രം, ജോലിക്ക് പോകാതെ ഈ വഴിപാട് ചെയ്ത സമ്പത്ത് കിട്ടത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ രോഹിണി നക്ഷത്രക്കാർക്ക് ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് സാധ്യമാക്കി എടുക്കാം. വേറൊന്നുകൊണ്ടല്ല, രോഹിണി നക്ഷത്രക്കാർക്ക് എത്ര വയസ്സുണ്ട്, 21 ആകാം, 30 ആകാം, 51 ആകാം, അല്ലെങ്കിൽ 60 വയസ്സാകാം. അവരുടെ വയസ്സനുസരിച്ച്, അതായത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. രോഹിണി നക്ഷത്രക്കാർക്ക് എത്ര വയസ്സുണ്ട് ആ വയസ്സനുസരിച്ച് ഏകദേശം 15 വയസ്സൊക്കെ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 21 വരെ വെള്ളി നാണയം എടുക്കണം. അതായത് 1 രൂപ നാണയം തന്നെ എടുക്കണം. 5 രൂപ, 10 രൂപ, 2 രൂപ എടുക്കാൻ പാടില്ല. എന്നിട്ട് ഈ രോഹിണി നക്ഷത്രക്കാർ എന്ത് ചെയ്യണം? ഓം നമോ നാരായണ എന്ന് ചൊല്ലി 1 രൂപ നാണയം നമ്മുടെ നെറ്റി വെച്ച് അങ്ങനെ ഒരു തവണ കറക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു മഞ്ഞപ്പട്ട് മേടിക്കണം. ഈ മഞ്ഞപ്പട്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പോളിസ്റ്റർ ആകരുത്, കോട്ടൺ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നല്ലതാണ്. അത് 1/2 മീറ്റർ മേടിച്ചിട്ട് നമ്മൾ കോയിൻ കെട്ടാനുള്ള രീതിയിൽ കട്ട് ചെയ്തൊന്ന് എടുത്താൽ മതി. എന്നിട്ട് ഒരു കയ്യിൽ മഞ്ഞപ്പട്ട് നമ്മൾ ചൂട്ടി പിടിക്കുക. എന്നിട്ട് ഈ 1 രൂപ നാണയം വെച്ചിട്ട് ഓം നമോ നാരായണ എന്ന് ചൊല്ലി ഇതിടുക. അങ്ങനെ 101 കോയിൻസ് ഒന്നിച്ചല്ല, ഓരോന്ന് വെച്ച് നമ്മൾ അമ്പലത്തിൽ പോയി ചെയ്യണമെന്നില്ല. ഇത് നമ്മൾ വീട്ടിൽ വിളക്ക് വെക്കുന്ന സമയത്ത് നമ്മൾ ഭക്തിപൂർവ്വം ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 101 രൂപയും ഓരോ തവണ നമ്മൾ ഒഴിഞ്ഞു വെച്ചിട്ട് ഈ പൈസ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 2 കൈകൊണ്ടും പിടിക്കണം. 2 കൈകൊണ്ടും പിടിച്ചിട്ട് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ ആദ്യമേ ഈ എടുത്തിട്ട് ഭഗവാനോടൊന്ന് പ്രാർത്ഥിക്കുക. അത് നമുക്ക് വിളക്കിൻ്റെ മുമ്പിൽ ഇരുന്ന് ചെയ്യാം. അഥവാ ചിലവർക്കൊരു മടിയുണ്ടാകും, ഇത്രയും പൈസ അമ്പലത്തിൽ വെച്ച് കഴിയുമ്പോൾ അവർ കാണും, എണ്ണം തെറ്റുക, ഒരു എന്താ പറയുക, ഒരു ഇത് കിട്ടത്തില്ല. ഒത്തിരി ആൾക്കാരുള്ളതുകൊണ്ട് ചിലവർക്കൊരു മടി കാണും. അപ്പോൾ അങ്ങനെയുള്ള ഭക്തജനങ്ങൾ വീട്ടിൽ വിളക്കിൻ്റെ മുമ്പിൽ ഇരുന്ന് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ അമ്പലത്തിൽ തന്നെ ഇരുന്ന് ചെയ്യാമെങ്കിൽ അമ്പലത്തിൽ തന്നെ ചെയ്തോ, യാതൊരു കുഴപ്പങ്ങളും ഇല്ല. എന്നിട്ട് ഈ കിഴി കിട്ടിയ പൈസ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ മുമ്പിൽ, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കൃഷ്ണൻ അമ്പലത്തിൽ തന്നെ ചെയ്യണം. ഗുരുവായൂർ പോകണമെങ്കിൽ ഗുരുവായൂർ പോയി ചെയ്യാം. അത് ഭക്തജനങ്ങളെ വിശ്വാസപൂർവ്വം എന്നാലും കൃഷ്ണക്ഷേത്രത്തിൽ ചെയ്യുക. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഭഗവാൻ ഒരു 7 പ്രദക്ഷിണം വെക്കണം. അകത്ത് 7 പ്രദക്ഷിണം വെച്ചിട്ട് ഒരു 3 തവണ ഈ കിഴിയെടുത്ത് വീണ്ടും കറക്കുക. എന്നിട്ട് ഭഗവാന് നമ്മളൊരു പാൽപ്പായസം കൊടുക്കുക. നമ്മുടെ പേർക്ക് ഒരു പാൽപ്പായസം കൊടുക്കുക. എന്നിട്ട് ഇത് നടയിൽ വെച്ചൊന്ന് പ്രാർത്ഥിക്കുക. ഇത് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭാഗ്യങ്ങൾ വർദ്ധിക്കും. അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവിനെ മാറ്റി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സാധിക്കും. വൈകുണ്ഠ ഏകാദശി കഴിഞ്ഞ് ഭഗവാൻ വീണ്ടും കൂടുതലായിട്ട് ചൈതന്യവത്തിരിക്കുന്ന സമയമാണ്. കഴിവതും വൈകുണ്ഠ ഏകാദശി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ പോയി ചെയ്യാൻ നോക്കുക, അധികം വൈകിക്കരുത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് രോഹിണി നക്ഷത്രക്കാർക്ക് പ്രത്യേകപരമായിട്ട് ഒരു എനർജി പാസ് ചെയ്യും. അതായത് നമ്മൾ ക്ഷേത്രത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ് നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ വലുതായിരിക്കും. അതായത് തൊഴിലായിക്കോട്ടെ, ഉദ്ദേശിക്കുന്ന എന്ത് കാര്യങ്ങളോട്ടെ, കർമ്മത്തിലുള്ള വിഘ്നങ്ങൾ മാറ്റിക്കിട്ടും ഏറ്റവും ഉത്തമമായിട്ടും. അതായത് കർമ്മ തടസ്സം ഉണ്ടാകില്ല. നമ്മൾ എന്ത് കാര്യത്തിന് പോയാലും കർമ്മ തടസ്സമില്ലാതെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ഒരു കാര്യം ഭക്തിപൂർവ്വം തന്നെ ചെയ്യുമ്പോഴത്തേക്കും പാൽപ്പായസം നമ്മുടെ പേർക്ക് എഴുതിക്കുക. തലേദിവസം എഴുതിക്കണമെന്ന് അറിയത്തില്ല. ചില ക്ഷേത്രത്തിൽ 9 മണിക്കൊക്കെ മുമ്പ് എഴുതിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. നിങ്ങളുടെ ഒന്നെങ്കിൽ തലേദിവസം പോയി പാൽപ്പായസം എഴുതിക്കുക. ഈ ഒരു കാര്യം ഭക്തിപൂർവ്വം രോഹിണി നക്ഷത്രക്കാർ ചെയ്യുക. ഇത് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം നമുക്ക് സമ്പത്ത് വർദ്ധിക്കും, ഐശ്വര്യം വർദ്ധിക്കും. നാണയം, അതായത് നമ്മുടെ ശരീരത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദോഷങ്ങൾ നാണയം വലിച്ച് നമുക്ക് അത് ഭഗവാന്റെ മുമ്പിലേക്ക് സമർപ്പിക്കാൻ പറ്റും. ജാതകത്തിലെ ദോഷങ്ങൾ നീറി ഭാഗ്യങ്ങൾ തെളിയും. 2026 ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും രോഹിണി നക്ഷത്രക്കാർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് സാധ്യമാക്കി എടുക്കാം. ഇത് കഴിഞ്ഞ് ഒറ്റൊരു കാര്യം കൂടെ ചെയ്യണം. നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ദാനം ചെയ്യുക. ദാനമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തും ആയിക്കോട്ടെ. ഇപ്പോൾ ഒരു വീട്ടിൽ പോകുന്ന ഒരു കുട്ടിക്ക് ബിസ്ക്കറ്റ് മേടിച്ച് കൊടുക്കുന്നു, ഇല്ലെങ്കിൽ ഒരു വഴിയരികിൽ നമ്മൾ വരുന്ന സമയത്ത് ഭിക്ഷാടനത്തിന് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഇരിക്കുന്ന അവർക്കൊരു ഫുഡ് മേടിച്ചു കൊടുക്കുന്ന, വസ്ത്രം മേടിച്ചു കൊടുക്കുന്ന, ആർക്കും എന്തുമായിട്ട് ഇത് ചെയ്ത അന്നത്തെ ദിവസം തന്നെ നമ്മൾ ആർക്കെങ്കിലും
ഒരു പേനയായിട്ടോ ഒരു പെൻസിലായിട്ടോ ബിസ്ക്കറ്റായിട്ടോ നമുക്ക് എന്തും ആയിക്കോട്ടെ ആ ഒരു ദാനം നമ്മുടെ വലത് കൈ കൊണ്ട് കൊടുക്കുക. അവർക്കുണ്ടാകുന്ന സന്തോഷവും ഭഗവാന്റെ അനുഗ്രഹവും കൊണ്ടാകുമ്പോഴത്തേക്ക് നമ്മുടെ എന്താണ് പറയുക തടസ്സങ്ങൾ നീക്കി നമ്മൾ ഈ കാര്യം നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടും. ബാക്കി ഞാൻ പറഞ്ഞില്ല, ഞാനിത് പറഞ്ഞ് ഭക്തജനങ്ങൾ ചെയ്യുന്നു. കാരണം നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ഭക്തിയിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. ഇത് ചുമ്മാ പോയി തിരുമേനി പറഞ്ഞ് ഇതെന്ന് ചുമ്മാ ചെയ്ത് വലിയ ഫലമൊന്നുമില്ലടാ തിരുമേനി അങ്ങനെ പറഞ്ഞ് വലിയ മാറ്റമൊന്നുമില്ല. അതേസമയം നമ്മൾ ഈശ്വരനോടുള്ള സ്നേഹത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫലം കിട്ടും. അതാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഭഗവാനെ വിശ്വസിച്ച് രോഹിണി നക്ഷത്രക്കാർ ഈ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഫലങ്ങളുണ്ടാകും. കൂടുതൽ അറിയാനുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനകത്ത് മെസ്സേജ് അയക്കുക. ഓൺലൈനായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ജ്യോതിഷപരമായി പറഞ്ഞു തരുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണമെങ്കിൽ ഇത് വാട്സപ്പ് നമ്പറാണ്, ഈ നമ്പറിൽ വിളിക്കുക. ഓൺലൈൻ വഴി മാത്രമാണ് പറഞ്ഞു തരുന്നത്. കൂടുതലായി അന്ധവിശ്വാസങ്ങളിലൊക്കെ പോകാതിരിക്കുക. 30,000 40,000 50,000 രൂപ മുടക്കി പൂജകളും കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാതിരിക്കുക. ആരെന്ത് പറഞ്ഞാലും നമ്മൾ നമ്മുടെ യുക്തി കൊണ്ടൊന്ന് ചിന്തിച്ച് നോക്കണം ഇവർ എത്രത്തോളം ശരി പറയുന്നത് തെറ്റ് പറയുന്നത്. പിന്നെ അടുത്ത കാര്യങ്ങൾ, ജോലിക്ക് പോകാതെ പൈസ കിട്ടില്ല, അസുഖം വന്നാൽ ഡോക്ടറെ തന്നെ കാണിക്കണം. ഇത് ഞാൻ എടുത്തെടുത്ത് പറയേണ്ടത് കൂടുതലായിട്ട് അനാവശ്യമായുള്ള എന്താ പറയുക തെറ്റായ രീതിയിലേക്കൊന്നും പോകാതിരിക്കുക, വിശ്വാസത്തിലേക്കൊക്കെ. ഈ ഒരു കാര്യം വിശ്വാസപൂർവ്വം ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ